ഇത് കണ്ടോ, വിൻക റോസിയ അഥവാ നിത്യകല്യാണി എന്ന ചെടി തഴച്ച് വളരുന്നത് കാണാം. വലിയ പൂക്കളും വലിയ ഇലകളും. അതിൻ്റെ സൈഡിൽ ചെറിയ പൂക്കളും ചെറിയ ഇലകളുമായിട്ടുള്ള ഒരു ചെടി കാണാം. കാര്യം വേറൊന്നുമല്ല, അത് വളരുന്ന ചെടിച്ചട്ടി കണ്ടോ, ഈ ചെടിച്ചട്ടിയെക്കാട്ടും എത്രയോ ചെറുതാണ്. ആ ചെടിയുടെ രണ്ടാം തലമുറയാണ് ഈ വലിയ ഇലകളുള്ള ചെടി. അപ്പോൾ അത് ജനിതകമായ കാരണങ്ങളല്ല, അതിന് കിട്ടുന്ന സൗകര്യങ്ങളുടെ കാരണമാണ്. കാരണം ഇതിൽ വലിയ ചെടിച്ചട്ടിയാണ്, ധാരാളം പോട്ടിംഗ് മിക്സ് ഉണ്ട്. അപ്പോൾ നല്ല വലുപ്പത്തിൽ തഴച്ച് വളരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ചെടിച്ചട്ടിയിൽ പുതുതായിട്ട് വരുന്ന അതിഥികളാണ് ഈ കാണുന്നത്. തക്കാളി ചെടികളാണ്. കറി വയ്ക്കാൻ വാങ്ങിച്ച ഒരു തക്കാളി സ്വല്പം ചീഞ്ഞു പോയി കണ്ടപ്പോൾ അതിൽ വിത്തൊക്കെ എടുത്തിട്ട് വിതറിയതാണ്. കുറേ ചെടിച്ചട്ടിയിൽ വിതറിയുണ്ട്, എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വലിയൊരു വ്യത്യാസം. അതിൻ്റെ സൈഡിൽ കുറേ മുളക് ചെടികളും കാണാം, അതും തഴച്ച് വളരുന്നുണ്ട്. പക്ഷേ അതിനൊരു കുഴപ്പമുള്ളൂ, ഒരുപാട് മുളക് തൈകളുണ്ട്. വിത്ത് പാകിയതായിരുന്നു കുറേയൊക്കെ പറിച്ച് നട്ടത് പലതും പ്രാണികൾ തിന്നുപോയി, പിന്നെ വളർച്ച പോരാ. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് വളരുന്നുണ്ട്. പറ്റുന്ന അത്ര വളരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഈ ലൊക്കേഷൻ എന്തോ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ടോ മറ്റോ, പൂന്തോട്ടത്തിൻ്റെ നടുക്കാണ്. മറ്റേത് സൈഡിലൊക്കെയാണ്, അവിടെ അത്ര വെയിലൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും അവിടെ ചെടികളൊന്നും അത്ര ഉഷാറില്ല. ചെറിയ ഷെഡൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിലേക്ക് ആകുമ്പോൾ വെയിൽ ശരിക്കും കിട്ടില്ല. ഇത് നല്ല ഉഷാറായിട്ട് എല്ലാ ചെടികളും ഈ ചെടിച്ചട്ടിയിൽ വളരുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ചെടികളും ഇതുപോലെ തന്നെ വളരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ.